നമ്മൾ ഉടനെ തന്നെ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നതായിരിക്കും. ചാവറ പിതാവിൻ്റെ കബറിടം അൾത്താരയുടെ ഏറ്റവും മുമ്പിലായി ഉണ്ട്. നിങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളതായ അവസരമാണ് ഇപ്പോൾ. എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി ഉടനെ തന്നെ ആരംഭിക്കും. നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാനുള്ളവർ ആദ്യത്തെ ആരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുക. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുന്ന ആരാധനയും പ്രാർത്ഥനയും ദേവാലയത്തിൽ തുടരും. കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കുരിശിൻ്റെ വഴിയുടെ ആരംഭ പ്രാർത്ഥന ദേവാലയത്തിൽ വെച്ച് നടത്തും. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ആരാധനയും പ്രാർത്ഥനകളും ബ്രദർ മാർട്ടിൻ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന ഇവിടെ തുടരും. കുരിശിൻ്റെ വഴിക്കുള്ളവർ ആരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വരിച്ചവനെ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചൊല്ലാൻ കൽപ്പിച്ച നായക, നിന്റെ ദിവ്യരക്തത്താലെൻ പാപമാലിന്യം കഴുകണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകാശനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സമചിത്തതയോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴി കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ ഭാവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ്റെ തിരുസന്നതയെ നമ്മെ തന്നെ സമർപ്പിക്കാം. അതെല്ലാ ശുശ്രൂഷയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച പിതാവിനെ കർത്താവിൻ്റെ തിരുസന്നതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങളൊന്ന് ഉയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ചെന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഒരുമിച്ച് പാടാം. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ഏലിയായി നിറഞ്ഞവനെ, ഏലീശായി കവിഞ്ഞവനെ, ഏലിയായി നിറഞ്ഞവനെ, ഏലീശായി കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിയിൽ അഭിഷേകം, കരങ്ങൾ ഉയർത്തിയടിച്ച്, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയോടെ, ശക്തിയിൽ അഭിഷേകം, സർവശക്തിയോടെ, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ചേർന്ന് പാടാമോ? ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ദാനിയേൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, ദാനിയേൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിയോടെ, ശക്തിയിൽ അഭിഷേകം, ചേർന്ന്, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, സ്വരമുയർത്തി, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കും. ആത്മാവിന്റെ ശക്തി, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് നിറയപ്പെടുവാൻ, സർവശക്തന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖത്തിന്റെ കാരണമെന്ന് സങ്കീർത്തകൻ പറയുകയുണ്ടായി. ആത്മാവിൽ നിറഞ്ഞ് സങ്കീർത്തകൻ പറയുന്നു, സർവശക്തന്റെ ശക്തി എല്ലാവരിലും പ്രകടമാകണം. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുക. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ.
എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോകട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ദൈവജനത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ പാപബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ച എല്ലാ നിയോഗത്തിൻ്റെ മേലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പത്രോസ് പറഞ്ഞതുപോലെ എൻ്റെ ഈ സ്വർണ്ണോ വെള്ളിയൊന്നുമില്ല, നസ്രാനെ യേശു, ആ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുടന്തനായ മനുഷ്യന്റെ ബലഹീനതകൾ നീക്കപ്പെട്ടു. എങ്കിൽ ആത്മാവ് നിറഞ്ഞ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ കൊടുക്കുമ്പോൾ, ആത്മാവിനെ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒരു മനുഷ്യനിൽ പ്രകടമാകുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ബലഹീനതകൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞ് വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ഉദ്ധാനം ചെയ്ത യേശുവിനെ വിളിക്കാമോ? ചേർത്ത് പാടാം. കരങ്ങളടിച്ച് നന്നായിട്ട് പാടി. ശ്രീകന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, ശ്രീകന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം ദാസരിലേകണമേ. ശക്തിയോടെ ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം ദാസരിലേകണമേ. 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞങ്ങൾ കരുതുന്നു.
ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് കർത്താവ് പറയും. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതും. നിസ്സാരമാണ്. കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാനാണ് നമ്മളിൽ കഷ്ടതകൾ കടന്നു വരുന്നതെന്ന് റോമാലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ കഷ്ടതകളുടെ അളവ് നിസ്സാരമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർണ്ണവെള്ളിയായിട്ട് സഭ ആചരിക്കുമ്പോൾ ഈശോയെ കൊടുക്കുന്ന ദിവസമാണ്. വെള്ളിയോ സ്വർണ്ണമൊന്നുമില്ല, നസ്രായനായ യേശു മാത്രമേ ഉള്ളൂ. എൻ്റെ കൈവശമുള്ളത് യേശുവാണ്, യേശു നാമം. ആ നാമത്തിൻ്റെ ശക്തിയാണ് മുടന്തനായ മനുഷ്യനിൽ വെളിപ്പെടുന്നത്. സുന്ദര കവാടത്തിൽ, ദേവാലയ കവാടത്തെങ്കിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബലഹീനത, അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആർക്കെങ്കിലും ഭിക്ഷ യാചിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരിക്കലില്ല. അല്ല, അദ്ദേഹത്തെ ആ ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലേക്ക് നയിച്ചത് ശരീരത്തിൻ്റെ ബലഹീനതയാണ്, കുറവാണ്, മുടന്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ദേവാലയ കവാടത്തെങ്കിൽ വന്ന് കടന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ദേവാലയത്തിൻ്റെ കവാടത്തെങ്കിൽ കടന്ന മനുഷ്യൻ്റെ അടുത്ത് പത്രോസും യോഹന്നാനും കടന്നു ചെല്ലുകയും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ മറുപടി പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നസ്രായനായ യേശുവാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ആ സമയത്തെ നമ്മളൊന്ന് മനസ്സിലേക്ക് ധ്യാനിച്ച്, കുറവുകളെ നിറവാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹം, അന്നേ വരെ ആ മനുഷ്യന് അനുഭവിച്ച കഷ്ടതകളേക്കാൾ ഏറെയാണ് ആ മനുഷ്യന് ലഭിച്ച ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സുവിശേഷ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമേ, കഷ്ടതകൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ കഷ്ടതകളിലേക്ക് നോക്കിയിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ബലഹീനതകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരിക്കലും, നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം മറ്റുള്ളവരിലേക്ക് നോക്കിയത്, മുടന്തനായ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഭൗമികമായതിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന മനുഷ്യന് ആത്മീയമായ ചൈതന്യമാണ് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ യാത്രയിലും എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ പലരുടെ അടുത്തും ആത്മീയമായിട്ടുള്ള ആ അനുഗ്രഹങ്ങൾക്കായിട്ട്, ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വളരെ സമീപിക്കും. അപ്പം ആദ്യം ചെല്ലുന്നതിൽ നിന്ന് നമുക്കൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഭൗമികമായതായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആത്മീയതയുള്ളവരുടെ അടുത്ത് ചെന്നാൽ ആത്മീയമായ കൃപ അവരിൽ നിന്ന് വ്യാപരിക്കപ്പെടുമെന്നാണ് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പത്രോസിലും യോഹന്നാനിലും എന്തുണ്ട്? അവർ പെന്തക്കോസ്താ ദിനത്തിൽ അവർ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെയും അവർ സ്വീകരിച്ച പരിശുദ്ധ കൂദാശയുടെയും മഹത്വം അവരുടെ ശരീരത്തിന്റെ മേൽ വന്നു നിൽക്കുന്നതായി അവർ പരസ്പരം അവർക്ക് വെളിപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അവർ യേശുവിൽ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, യേശുവിൽ നിന്നാണ് ശിഷ്യന്മാർ നേരിട്ട് സ്വീകരിച്ചത്. പക്ഷേ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം 9 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചേ? ആത്മാവിന്റെ അഭിഷേകം അവരുടെ ശരീരത്തിൽ ആത്മാവിൽ വെളിപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പെന്തക്കോസ്താ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നൽകിയൊരു സന്ദേശം ഇതാണ്: ഇനിയുള്ള 12 ആഴ്ചകളിൽ തുടർച്ചയായിട്ട് വന്നൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കും. ഈ ദേവാലയത്തിൽ വന്ന്, ദൈവ സാന്നിധ്യത്തിൽ വന്ന് 12 ആഴ്ചകളിൽ ദൈവവചനം പരിശുദ്ധ ബലിയർപ്പിച്ച്, അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, അതിനുശേഷം ബലിയർപ്പിച്ച് വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ നിയോഗത്തിന്റെ മേൽ, ആഗ്രഹത്തിന്റെ മേൽ, ആവശ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം നൽകിയിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞ് ഇനി നമ്മളിലൂടെ കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടുന്ന സമയമാണ്. പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ നിയോഗത്തിൻ്റെ മേൽ, നമ്മുടെ ആഗ്രഹങ്ങളുടെ മേൽ, ചില മക്കളുടെ ചില നിയോഗങ്ങളായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. മക്കളുടെ ജീവിതത്തിൽ ചില ആത്മീയമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയത ഉണ്ടാകാൻ വേണ്ടിയിട്ട്
ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ നിരവധി ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നുണ്ട്. മക്കളിൽ ആത്മീയതയില്ല, പ്രാർത്ഥനയില്ല. ഒരമ്മച്ചി കണ്ണുനീരോട് പറഞ്ഞത് മകൾ പ്രാർത്ഥിക്കത്തില്ല. അപ്പം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. അവൾക്കൊരു ആത്മീയ ചൈതന്യം അവളിൽ നിക്ഷേപിക്കപ്പെടുക, അല്ലെങ്കിൽ അവളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ ഉണർന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആ അഭിഷേകം അവൾക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? അവളുടെ ഉള്ളിൽ ആത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവും ഉണ്ട്, നമ്മുടെ ആത്മാവും ഉണ്ട്. നമ്മുടെ ആത്മാവ് എങ്ങോട്ട് നയിക്കും? ദൈവത്തിലേക്ക് അടുക്കാൻ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കും. പക്ഷെ ശരീരം സംഭവിക്കത്തില്ല. ശരീരത്തിന് കുറേ ആവശ്യങ്ങളുണ്ട്, ശരീരത്തിന് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പുറകെയാണ് പോകുന്നത്. ചിലർ ഈ കൗൺസിലിംഗ് സമയത്ത് സന്ദേശം കിട്ടാനായിട്ട് ആഗ്രഹിക്കും, സന്ദേശം കേൾക്കും, പക്ഷെ ശരീരം ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ ഈ ശരീരം അനുവദിക്കത്തില്ല. ജഡിക ശരീരം. അതുകൊണ്ട് ജഡത്തിന്റെ അരൂപി ഒരിക്കലും, ശരീരത്തിലുള്ള ജഡികമായ ആസക്തികൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ അനുവദിക്കത്തില്ല. ദൈവിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഈ ശരീരത്തിന്റെ പ്രവണത നമ്മളെ ഒരിക്കലും അനുവദിക്കത്തില്ല. ഈ ഒരു പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള അഭിഷേകമാണ് പെന്തക്കോസ്ത അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രവണത. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാനഡയിൽ നിന്ന് വിളിച്ചു, വളരെ സങ്കടത്തോടെ വിളിക്കുന്നത്, ഞാൻ വന്നിട്ട് ഇത്ര നാളായി, അവിടെ ഏതോ കോഴ്സ് അറ്റൻഡ് ചെയ്തു, അതെല്ലാം പാസ്സായി, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാം ജോലി കിട്ടി. അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളി ഒന്നിച്ചിരുന്ന് ആണ് ഇവള് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവള് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തൽ കൊടുത്തു. ഈ കുട്ടിയോട് 7 ജപമാലകൾ ചൊല്ലി തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. ഒരു ദിവസം 7 ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി. ഇവിടെ പിന്നീട് ആഴ്ചകൾക്ക് ശേഷം ഇവളുടെ മെസ്സേജ്, ഇവൾക്ക് കാനഡയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിന്റെ പ്രവണതയ്ക്കനുസരിച്ച് ഒരിക്കലും ജീവിക്കുക, ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച്. ആത്മാവ് പറയുന്നത് വചനം കേൾക്കുമ്പോൾ ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണമെങ്കിൽ ആത്മാവ് അത് സ്വീകരിക്കണം, ശരീരം സ്വീകരിക്കാൻ തയ്യാറാകണം, പ്രവൃത്തി ചെയ്യാനായിട്ട്. ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടും, ചിലരുടെ ജീവിതത്തിൽ കുറേയേറെ സമയമെടുക്കും. കാരണം ശരീരത്തിന്റെ പ്രവണത ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായിട്ട് നിൽക്കും. ആ ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള ശക്തി ശരീരത്തിന് ലഭിക്കപ്പെടുമ്പോഴാണ് നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ആർക്കും വേർപെടുത്താൻ സാധിക്കത്തില്ല. ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ശരീരത്തിന്റെ പ്രവണതയാണ് നമ്മളെ കഷ്ടതയിലേക്ക് നയിക്കുന്നത്, നാശത്തിലേക്ക് നയിക്കുന്നത് ശരീരത്തിന്റെ പ്രവണതയാണ്. ആത്മാവിന്റെ പ്രേരണ എന്താ? പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ കൃപ നിറയപ്പെടാൻ നമ്മുടെ ഉള്ളിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് ശരീരം പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെ എങ്ങോട്ട് കൊണ്ടുപോകുക? ലോകത്തിലേക്ക് കൊണ്ടുപോവുകയെ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന്റെ ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കുന്ന നിമിഷമാണ് പെന്തക്കോസ്തായുടെ നിമിഷം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപോലെ ആകണം. ശരീരം ദൈവത്തിലേക്ക് ആകണം, മനസ്സ് ദൈവത്തിലേക്ക് ആകണം, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോഴാണ് ദൈവഹിതം എന്തെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നും ദൈവഹിതം എന്തെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആത്മാവിൽ ഇത് മുഴുവൻ എങ്ങോട്ട് ചേരും? ദൈവത്തോട് ചേരുകയാണ്. ഇത് ശരീരം ഒരു വഴിക്ക് പോകും, ആത്മാവിനെ മരിച്ചുകൊണ്ട് ശരീരം ഒരു വഴിക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട എന്ത് സംഭവിക്കും? ദൈവാത്മാവും ആ വഴി പോവുക. ഈ വഴി പോകുമ്പോൾ പാപത്തിന്റെ അവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം തിരുവചനം പറയുന്നു, നമ്മുടെ ബലഹീനതകൾ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു മടങ്ങി വരുന്നത്. കൊണ്ടാണ് ചില പാപത്തിൻ്റെ ആ നൈമിഷിക സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഉള്ളിലുള്ള ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബലഹീന ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആമാശ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പിടികിട്ടിയാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും എല്ലാം വ്യത്യസ്ത വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ദേഷ്യമുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ ദേഷ്യ സ്വഭാവത്തിലേക്ക് ഈ ശരീരത്തിൻ്റെ പ്രവണത കടന്നു പോവുക. ശരീരത്തിൻ്റെ പ്രവണത ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിനോടെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നത് ഈ ശരീരത്തിൻ്റെ ഈ ബലഹീനതയാണ്. ഈ ബലഹീനതയാണ് ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും നിഹനിക്കുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോടും നമ്മുടെ ശരീരത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രവണതയെ മുഴുവൻ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി ദൈവപുത്ര സ്ഥാനത്തേക്ക് പൂർണ്ണമായും ഉയർത്തപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോഴാണ് അവൻ ശിഷ്യത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. കരമുയർത്തിയൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടും. ഈ ശരീരത്തിൻ്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള ദൈവിക ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ശരീരം ആരുടെ ശരീരമായിട്ട് വെളിപ്പെടുകയാ? യേശുവിൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നതിലൂടെ ശരീരത്തിൻ്റെ പ്രവണതയെ മുഴുവൻ ആത്മാവിൽ നിഹനിക്കുവാൻ ശരീരത്തിന് സാധ്യമാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥന കേൾക്കുന്നില്ല, ഫലം ഉണ്ടാകുന്നില്ല. നമ്മൾ ഉണ്ടാകേണ്ടെന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത്. അല്ലാത്തതെല്ലാം നമ്മളിലുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്ന പ്രകാരം പറയുന്നു, ഗലാത്യ 5:17, എന്നാൽ ജഡമോഹം ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർത്തു നിൽക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദേവാലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ബലി അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊന്തയിലണമെന്ന് ആഗ്രഹമുണ്ട്, കരണക്കൊന്തയിലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. സുവിശേഷം മുഴുവൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വചനം മുഴുവൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, 30 മുതൽ വെളിപാട് വരെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും സാധിക്കത്തില്ല. കാരണം ശരീരത്തിൻ്റെ പ്രവണത ഇതിനൊന്നും അനുവദിക്കത്തില്ല. കുറച്ചു നേരം വായിച്ചു കഴിയുമ്പോൾ പറയും, എഴുന്നേറ്റ് പൊക്കോളാൻ പറയും. ഇതാരെ പറയുന്നത്? ശരീരം പറയുക. ശരീരം ഒന്നിനും ഉപകരിക്കാത്ത ഈ ശരീരം ഒന്നും ചെയ്യുവാൻ നമ്മളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മഴക്കോൾ വരുമ്പോൾ ശരീരം എന്ന് പറയും, മഴ വരും, അത് നനയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയ്ക്ക് പോകണ്ട. ആത്മാവ് ദാഹിക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് കർത്താവിനൊന്ന് സ്തുതിച്ച്, കർത്താവിനൊന്ന് ആരാധിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ വചനം കേട്ട് ബലിയർപ്പിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പൂരിതരായി തീരുവാനായിട്ട് ആ ശരീരത്തെ ആ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആത്മാവ് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ശരീരം ഇതിനൊന്നും അനുവദിക്കത്തില്ല.
ഇതാണ് ഇന്നത്തെ പ്രശ്നം അവിടെയാണ് നിൽക്കുന്നത്. ശരീരം എപ്പോഴും സുഖത്തിലേക്ക് പോകാനാണ് ശരീരം എപ്പോഴും പ്രവണത നൽകിക്കൊണ്ടിരിക്കുന്നത്. മുട്ടുമ്പോൾ എന്തൊക്കെ മുട്ടുവേദനയാണ്, ആഗ്രഹിച്ച് സംഭവിക്കും. ഞാൻ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ പറയും, ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറയും. കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനത്തിൽ 7-8 വർഷമായിട്ട് മുട്ടുമടക്കാൻ മേലാത്ത ഒരു ചേച്ചി മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുക. വർഷങ്ങളായിട്ട് മുട്ടുമടക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ പ്രവണതയാണ്. മുട്ടുമടക്കിയ വേദന ഉണ്ടാകും. വേദന ഉണ്ടാകും എന്നുള്ള പ്രവണത, വേദന അനുഭവിക്കാനായിട്ട് ശരീരം സമ്മതിക്കാത്തത് കൊണ്ട് മുട്ടുമടക്കത്തില്ല. ഇത് വേദനയോടെ മുട്ടുമടക്കാൻ ആഗ്രഹിച്ചപ്പോൾ, ദൈവസന്നതിൽ മുട്ടുമടക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ രോഗാവസ്ഥയെ, ആ ശരീരത്തിന്റെ അവസ്ഥയെ ദൈവം ആത്മാവിനാൽ ഇല്ലായ്മ ചെയ്തു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമേർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? സർവശക്തിയോടെ ഈശോയെ എന്ന് വിളിക്കാമോ? എന്നിട്ട് പൗലോസ് പറയുക, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗിചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ദൃശ്യമായ മറ്റു പ്രവർത്തനം, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പ് ഞാൻ നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇതെല്ലാം ശരീരത്തിന്റെ പ്രവണതയാണ്. ഇവിടെയൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളെല്ലാം വേണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. ഇതല്ല വേണ്ടത്. ഇപ്പുറത്ത് പറഞ്ഞത്, ആദ്യം പറഞ്ഞ ഒന്നും നമുക്ക് വേണ്ട. ഈ ആദ്യം പറഞ്ഞതൊക്കെയാണ് നമ്മൾ ദൈവമഹത്വം, ദൈവാനുഗ്രഹം വെളിപ്പെടാനായിട്ട് തടസ്സം നിൽക്കുന്നത്. ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ശരീരത്തിന്റെ പ്രവണത, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ആത്മാവിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് നമ്മുടെ മേൽ ആവശ്യം. അതുകൊണ്ട് ശുശ്രൂഷ, കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ പറഞ്ഞതുപോലെ, ഒരു പയ്യന്, വർഷങ്ങളായിട്ട് വരുന്നൊരു പയ്യനാ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ സ്വഭാവത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവൻ ദൈവവചന ആഴ്ചകളിൽ കേൾക്കുമ്പോൾ, അവൻ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അവനിൽ ആത്മാവിൻ്റെ ചൈതന്യം കടന്നു വരാൻ തുടങ്ങി. അവൻ്റെ സ്വഭാവത്തിൽ വലിയേറെ മാറ്റങ്ങൾ സംഭവിക്കുക. അവരുടെ വിശ്വാസം വർദ്ധിക്കുക. എൻ്റെ മോൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നത് വേറൊരാളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കപ്പെടും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമേർത്തി വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞ വിശ്വാസത്തോടെ വിളിക്കാമോ? അപ്പൊ നമ്മൾ ആരെ കൊടുക്കാനാണ് വന്നിരിക്കുന്നത്? ഈശോയെ കൊടുക്കുവാൻ. ഒത്തിരിയേറെ ബലഹീനതകളുള്ളവര് നമ്മുടെ ഇടയിലുണ്ട്. ഈ ബലഹീനതയുള്ളവരുടെ മേൽ വചനം കൊടുക്കുമ്പോൾ, ആത്മാവിനെ കൊടുക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തികൾ കാണുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ, അവരുടെ ജീവിതത്തിൽ നമ്മളെപ്പോലെ ആയിത്തീരുവാനുള്ള ആഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ കാരണമാകുന്നത്. നമ്മൾ ഓരോരുത്തരും സുവിശേഷമാണ്. നമ്മളിലൂടെയാണ് ഈ സദ്വാർത്ത മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടേണ്ടത്. നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കാണുമ്പോൾ, ഈ ഫലമുള്ളവരെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഫലം ഉള്ളവരായി തീരുവാനായിട്ട് ആഗ്രഹിക്കും ആളുകൾ. അങ്ങനെ ആയിത്തീരണം. നമ്മളെ കാണുമ്പോഴാണ് മാറ്റം വരേണ്ടത്. അതാണ് യേശു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നിൽ നിന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരിൽ എന്ത് സംഭവിക്കും? ആത്മാവ് ജഡിക പ്രവണതകളെ നിഹനിക്കുവാനുള്ള, ശരീരത്തിന്റെ പ്രവണത നിഹനിക്കുവാനുള്ള ആത്മീയ അഭിഷേകം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഓർമ്മപ്പെടും. നമ്മുടെ ഇഷ്ടത്തിനല്ല. സഹനം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, യാതൊരു കാരണവശാലും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സഹനത്തിന്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്, ദൈവസന്നിധിയിലുള്ള യാചനയാണ്, ആത്മശോധനയാണ്. ഓരോ സഹനത്തിലും സഹനം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശരീരത്തെ വിശുദ്ധീകരിക്കുവാൻ, ആത്മാവിനെ വിശുദ്ധീകരിക്കുവാൻ. പ്രാർത്ഥന അനിവാര്യം. ചിലർ വിചാരിക്കുന്ന അങ്ങ് സഹിച്ചുകൊണ്ടിരിക്കുവോ? ഈ സഹനം അങ്ങ് പൊക്കോണ്ടിരിക്കും. അത് നാളുകൾ, വർഷങ്ങൾ ചിലപ്പോൾ നീണ്ടുപോകും. ആ സഹനത്തിന് അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ആട്ടുംകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ആരാധിക്കും. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി, അതായിരിക്കണം നമ്മുടെ ബോധ്യം. അല്ലാതെ സഹനം വരുമ്പോൾ ഈ സഹനത്തിലൂടെ എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടുമെന്നോ വിചാരിച്ചു പോകുന്നൊരു അവസ്ഥയില്ല. സഹനങ്ങളിൽ
ആ സഹനത്തിൽ, ആ പീഡാസഹനത്തോട് ഇന്ന് കുരിശിൻ്റെ വഴി ഇവിടെ നടത്തപ്പെടുമ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം കണ്ടില്ല, ആ ദേശത്തുണ്ടായിരുന്ന അപകടത്തിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവമായ കർത്താവ് ആ ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി സഹനമെടുത്ത് കുരിശിൻ്റെ വഴി നടത്തിയവരുടെ മേൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അവരിൽ പ്രകടമാക്കി. സഹനം എടുത്തുള്ള പ്രാർത്ഥനകൾ, മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥന, നമ്മൾ മണലിൽ മുട്ടുകുത്തി എന്നുണ്ട് ഉള്ള പ്രാർത്ഥനകൾ, പാറപ്പുറത്ത് മുട്ടുകുത്തി എന്നുള്ള പ്രാർത്ഥനകൾ, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനകളിലാണ് ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത്. മുരിക്കും പിതാവ് ത്യാഗമെടുത്തുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു പോയിരിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സഹനത്തിൻ്റെ അവസ്ഥയിൽ, ത്യാഗാത്മകമായ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുമെന്നുള്ള ആ കാഴ്ചപ്പാടാണ് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ആത്മാവിൽ നിഗനിക്കണമെങ്കിൽ നമ്മൾ ആ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് നമ്മൾ മനസ്സ് സന്നദ്ധമാകണം. ശരീരം അതിനുവേണ്ടി തയ്യാറാക്കണം. നമ്മൾ പെട്ടെന്ന് എളുപ്പമല്ല. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞ എന്താ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ പോവാ. കൂടെ ഉള്ള ഗുരു, താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ സ്നേഹിക്കുന്ന യേശുനാഥൻ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈശോ പറഞ്ഞ്, ഉണർന്നിരുന്ന് മക്കളെ പ്രാർത്ഥിച്ച് ഈ കുരിശിൻ്റെ വഴി ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഉറങ്ങുന്നതായിട്ട് കാണുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താ? മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ശരീരമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഈ ശരീരത്തിലെ സഹനം വരുമ്പോൾ ഈ ശരീരത്തെ വിട്ട് ദൈവത്തെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കുക, ഒത്തിരി അസുഖങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും. അപ്പോൾ സഹോദരങ്ങൾക്ക് എങ്ങനെയും ഒന്ന് മരിച്ചു ഇത്രമാത്രം സഹിക്കേണ്ട ആവശ്യമില്ല. ചേട്ടായി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. ചേട്ടനാണ് ഞങ്ങളെല്ലാം വിവാഹം കഴിച്ച് ഞങ്ങളെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ മാമോദീസയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തത് ചേട്ടായിയാണ്. പക്ഷെ ചേട്ടായി രോഗശയ്യയിൽ കിടക്കുക, മരിക്കാൻ ആഗ്രഹമൊന്നുമില്ല, മരിച്ചു പോകണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ മരിച്ചില്ലെങ്കിൽ ഈ ചേട്ടൻ അനുഭവിക്കുന്ന വേദനകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സഹോദരങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാവോ ബ്രദറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന ജോലിക്കാരനോട് പറഞ്ഞു, നീ അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് നീ എന്നോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് കിട്ടണേ ക്ഷമിക്കാൻ പറയാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇവിടെ ഈ സഹോദരൻ, ഈ വേലക്കാരൻ, ജോലിക്കാരൻ, ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഈ സഹോദരൻ ആ വാക്ക് കേട്ട് നേരെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ആ സഹോദരൻ്റെ ജീവൻ വെടിഞ്ഞു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ക്ഷമയ്ക്ക് വേണ്ടി ക്ഷമ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവ് ദാഹിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷമ കൊടുക്കുവാനുള്ള സാഹചര്യം അവിടെ കൊടുത്തപ്പോൾ ചിലപ്പോൾ മക്കളോടായിരിക്കാം, ജീവിത പങ്കാളിയോടായിരിക്കാം, ആരോടായിരിക്കാം. പക്ഷെ ആ ക്ഷമ പിടിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ കിട്ടിയപ്പോൾ ആ ക്ഷമ കൊടുത്തു. ആ സഹോദരൻ ദൈവസന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. പൗലോസ്ലീഹ നമ്മളോട് പറയുക, ശരീരത്തിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് ഒരിക്കലും പോകരുത്. ശരീരം മുട്ട നിൽക്കാനായിട്ട് മടി തരിക, കൈ വിരിച്ചു പിടിക്കാനായിട്ട് മടി തരുന്ന ആരാ? ഈ ശരീരം ഒന്നിനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ ശരീരം നമ്മളെ അനുവദിക്കത്തില്ല. ശിഷ്യന്മാര് ശരിക്കും അവിടെ നിന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തില് സഹരക്ഷകയായ പരിശുദ്ധി അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ അവർക്ക് സാധ്യമായതിനെ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ശരീരത്തെ നമുക്ക് കർത്താവിന് കൊടുക്കാം. ഈശോ ശരീരത്തിൽ പാടുപീഡകൾ സഹിച്ചുകൊണ്ട് ഈ ബലഹീന ശരീരത്തെ അവിടുന്ന് മഹത്വത്തിൻ്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് ശരീരത്തിൽ ഈശോ പാടുപീഡകൾ സഹിച്ചത്, വേദന ശരീരത്തിൽ ഏറ്റെടുത്തത്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് വേദന ഉണ്ടായത്. ആ വേദനകളെ ഈശോ ഏറ്റെടുക്കാൻ തയ്യാറായത്
ഈ ബലഹീന ശരീരത്തെ, ആ മുടന്തനായ മനുഷ്യൻ്റെ ശരീരത്തെ പൂർണ്ണതയിൽ എത്തിക്കുവാനാണ് ഈശോ ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചതെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകളെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുവാനാണ് യേശു പീഡാസഹനങ്ങളിലൂടെ സഞ്ചരിച്ച് മഹത്വത്തിലേക്ക് ഈശോ പ്രവേശിച്ച് ആ മഹത്വപൂർണനായ ഈശോ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ബലഹീന ശരീരത്തെ സ്വർഗീയ സമ്പന്നമായ ശരീരമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ബലഹീന ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബലഹീനരുടെ മേൽ കർത്താവ് ഈ സ്വർണ്ണ വെള്ളിയാഴ്ച അവിടുന്ന് തരുന്നിരിക്കുന്ന വലിയ ദൈവാനുഭവം മുടന്തനായ മനുഷ്യന് കൊടുത്തതുപോലെ ഞങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമേർത്തി സ്വതന്ത്രമായിട്ട് ഈ ബലഹീന ദേഷ്യമുണ്ട്, അരിശമുണ്ട്, ഭിന്നിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്, കുറ്റം പറയുന്ന അവസ്ഥകളുണ്ട്, നുണ പറയുന്ന അവസ്ഥകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ബലഹീനം നമുക്കറിയാം. ഈ ബലഹീനതയെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമേർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുടന്തനായ മനുഷ്യനിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ കർത്താവ് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കാരുണ്യം എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിലും എൻ്റെ ജീവനിലും എൻ്റെ സന്ധിബന്ധങ്ങളിലും എൻ്റെ മജ്ജയിലും എൻ്റെ മാംസത്തിലും എൻ്റെ രക്തത്തിലും അവിടുന്ന് വെളിപ്പെടുത്തണേ. എൻ്റെ ബലഹീനതകളിൽ നിന്ന് ഈ ശരീരത്തെ പരിപൂർണമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാക്കി ഈ കൂട്ടായ്മ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. സ്വരമേർത്തി ഉയർത്തി ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകള് അങ്ങേക്കറിയാമല്ലോ. ആ ബലഹീനതയുടെ മേൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഉച്ചസ്വരത്തിൽ വിളിക്കുന്നു. യേശുവേ നന്ദി. നമുക്ക് കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. കാഴ്ചയെ കൊണ്ടുവരുന്ന സമ്പത്തിനെ നമുക്ക് കരങ്ങളിൽ എടുക്കാം. നമ്മുടെ ആത്മീയ മേഖലയിൽ, ഭൗതിക മേഖലയിൽ, ശാരീരിക മേഖലയിൽ വ്യാപരിക്കുന്ന സകല അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ എല്ലാ മേഖലയും അവിടുന്ന് തുറന്നു തരണേ. ഏതെല്ലാം വാതിലുകൾ, ഏതെല്ലാം വഴികൾ അടയ്ക്കപ്പെട്ടുവിട്ടുണ്ടെങ്കിലോ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ കീർത്തനം പാടി ആരാധിച്ചപ്പോൾ കർത്താവ് അവരുടെ വഴികളെല്ലാം തുറന്നു കൊടുത്തു. കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. കർത്താവേ, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവം തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിച്ചു. ആ സ്വാതന്ത്ര്യം ദൈവമഹത്വം അവർ വെളിപ്പെട്ട് കണ്ടപ്പോൾ ആ കാവൽക്കാരൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ രക്ഷ പ്രാപിക്കണം, എന്താണ് ചെയ്യുന്നത്? കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ എൻ്റെ കുടുംബം രക്ഷപ്പെടണം, അതെന്നിലൂടെ ആയിരിക്കണം. ആ മഹത്വം എന്നിലൂടെ, പത്രോസിലൂടെ മുടന്തനായ മനുഷ്യനിൽ വെളിപ്പെട്ടതുപോലെ, യോഹന്നാനിലൂടെ മുടന്തനായ മനുഷ്യർ വെളിപ്പെട്ടതുപോലെ അവർ ചേർന്ന് നിന്നു. ഞങ്ങളിലേക്ക് നോക്കുക. ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവമഹത്വം അവിടെ വെളിപ്പെടുന്നത്. നമുക്ക് ചേർന്ന് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധ്യാനത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച ധ്യാനം, താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവരിലും ദൈവമഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുടന്തനായ മനുഷ്യൻ, യാചകനായ മനുഷ്യനെ സമൃദ്ധനാക്കി മാറ്റിയ, സമൃദ്ധി കൊണ്ട് നിറച്ച തമ്പുരാന്റെ സ്നേഹം നമ്മളിലേക്ക് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമേർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടുമേലാകാം.
എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. മുട്ടുമേലാകാം. ദീപികാരനെ യേശു ജനമധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹ, വെള്ളിയോ സ്വർണ്ണമോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഈ നസ്രായന യേശു പരിശുദ്ധ കുർബാനയായ അപ്പമായി തീർന്ന യേശുനാഥൻ, ആ യേശുവിൻ്റെ നാമമാണ് ആ മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. നമുക്കും ആഗ്രഹിക്കാം ആ നാമം, യേശുവെന്ന അധികാരമുള്ള നാമം, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ഇതാ ജനമധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിളിക്കാം. ഈശോയെ, ഞങ്ങളുടെ എൻ്റെ ബലഹീനതകളിലേക്ക്, എൻ്റെ കുറവുകളിലേക്ക് ഈശോയെ കടന്നു വരണേ എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരമൊന്നുയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാം. ഈശോയെ എന്നൊന്ന് വിളിച്ച്, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ദാവീദിൻ്റെ പുത്ര ഈശോയെ എന്ന് വിളിച്ച് അന്ധനായ യാചകന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു എങ്കിൽ, അവൻ്റെ ബലഹീനതകളുടെ മേൽ ദൈവശക്തി വെളിപ്പെട്ടു എങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതയുടെ മേൽ ഇതാ ദൈവശക്തി വെളിപ്പെടുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മുടന്ത്, എൻ്റെ ബലഹീനതകള്, എൻ്റെ തകർച്ചകള്, ജീവിത പ്രയാസങ്ങള്, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള് ഈശോ ഏറ്റെടുക്കണമേ. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയതുപോലെ ഒരു മുടന്തനായ മനുഷ്യനാണ് ഞാൻ. കുറവുള്ളവനാണ്, ബലഹീനതയുള്ളവനാണ്, ശക്തി നഷ്ടപ്പെട്ടവനാണ്, എല്ലാം നഷ്ടപ്പെട്ടവനാണ്. യേശുവേ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സ്വരമുയർത്തി തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശു
യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ചേർന്ന് പാടിക്കേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവമേ നന്ദി. അവിടുന്ന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞു. ഞാൻ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് പോയാൽ ഉടൻ തന്നെ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. കർത്താവിൻ്റെ ഉറപ്പാണ്, ദൈവത്തിൻ്റെ ഉറപ്പ് തൻ്റെ പുത്രനിലൂടെ നമ്മളെ അറിയിക്കുക. പിതാവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ പുത്രൻ വാഗ്ദാനം ചെയ്തിട്ട് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെന്ന പുത്രൻ പിതാവിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിനെ അധികമായി നമ്മളിലേക്ക് കർത്താവ് വർഷിക്കുക. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഈ ആത്മാവാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കണ്ണൊന്നടച്ച് ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. പരിശുദ്ധാത്മാവോ നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുവാൻ തയ്യാറാകണം. ആഗ്രഹിച്ച് ഈശോയെ അവിടുന്ന് പ്രവർത്തിക്കണേ. ആത്മാവെ സംസാരിക്കുന്നത് കേൾക്കുവാനും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിന് ശക്തി തരണേ. ഈ ആത്മാവിൻ്റെ ശക്തിയാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കുവാൻ, ആത്മാവിൽ നിഹനിക്കുവാനുള്ള ശക്തിയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. യേശുവിനെ പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആകാശം പിളർന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന്
ദൈവപുത്രന്റെ മേൽ ആവസിച്ചു. ഓരോ മാമോദീസ സ്വീകരണത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. സ്വർഗം തുറന്ന് ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഒരു കുഞ്ഞിലേക്ക് ഇറങ്ങി വന്ന് ആവസിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയെ, എത്ര മഹനീയമായ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട മാമോദീസ എന്ന ആ വലിയ കൂദാശ. പുത്രസ്ഥാനത്തേക്ക് ദൈവം നമ്മെ ഉയർത്തിയത് ഈ കൂദാശയിലൂടെയാണ്. പുത്രനോട് നമ്മെ അനുരഞ്ജനപ്പെടുത്തിയത് ഈ കൂദാശയിലൂടെയാണ്. പുത്രനിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചത് ഈ കൂദാശയിലൂടെയാണ്. ആഗ്രഹിച്ച് ഈ പരിശുദ്ധാത്മാവ്, ഈ സഹായകനായ പരിശുദ്ധാത്മാവ് ഈ ലോക ജീവിതം മുഴുവനും നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകയായി പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുമ്പോൾ പതരാതെ തളരാതെ അമ്മ നടന്നു നീങ്ങുവാൻ ശക്തി പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സഹന അവസ്ഥകളില്, സഹനവേളകളില് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നത്. മക്കളെ, പ്രാർത്ഥിച്ചേ. ആത്മാവുണ്ട് നമ്മുടെ കൂടെ. പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവാച്യമായ നെടുവീർപ്പോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കൃപ നിറയുക. ആഗ്രഹിച്ച്, ഹൃദയത്തിൽ ആഗ്രഹിച്ച്, കാണാൻ ആഗ്രഹിച്ച്. ഇത് വിജാതിയർക്ക് വെളിപാടും ഇസ്രായേലിന് മഹത്വമാണ്. യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ വിളിച്ചു പറഞ്ഞതാണ്, ഇത് ഇസ്രായേലിന് മഹത്വമാണ്, ഇത് വിജാതിയർക്ക് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തനായവനെ വിളിക്കാമോ? ഉദ്ധിതനായവനെ വിളിക്കാമോ? പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചവനെ വിളിക്കാമോ? സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയമായി നൽകിയവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്വശരീരവും രക്തവും ആത്മാവും ജീവനും ജീവിതവും നമുക്ക് നൽകിയൊരു 33 വയസ്സുകാരൻ്റെ ജീവിതമാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ ബലഹീന ശരീരത്തെ അതിജീവിക്കുവാൻ 33 വയസ്സുകാരൻ്റെ ശരീരമാണ് സ്വർഗീയ പിതാവ് നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. പാപത്തെ അതിജീവിച്ച, പ്രലോഭനങ്ങളെ അതിജീവിച്ച ഒരു ശരീരമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോയെ, ആഗ്രഹിച്ച മക്കളെ, ഈ ശരീരത്തിൽ നിലനിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിലനിൽക്കുവാൻ, ശരീരത്തിൻ്റെ പ്രവണതയെ അതിജീവിക്കുവാനുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരാകുമ്പോഴാണ് പെന്തക്കോസ്തായുടെ പൂർണ്ണത നമ്മുടെ ശരീരത്തിൽ ആത്മാവിൽ വെളിപ്പെടുന്നത്. ഓരോ നിമിഷങ്ങളും പെന്തക്കോസ്ത അനുഭവത്തിലുള്ള നിമിഷങ്ങളായിരിക്കണം. ഓരോ നിമിഷങ്ങളും, ഓരോ പ്രാർത്ഥനകളിലും ആത്മീയ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലുള്ള പ്രാർത്ഥനകളായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തോടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇടിഞ്ഞുകൊണ്ട് ഒത്തിരി ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളായിട്ട് വന്നിരിക്കും. ഇതിനൊക്കെ അതിജീവിക്കും. ഇവിടെ എല്ലാം മഹത്വം വെളിപ്പെടണമെങ്കിൽ ആര് വരണം? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണം. അപ്പോൾ എന്ത് സംഭവിക്കണം? ഈ ശരീരത്തിൻ്റെ പ്രവണതയെ ആത്മാവിൽ ദഹനിക്കാൻ സാധിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാരൂപിയുടെ വലിയൊരു അഭിഷേകത്തിനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാവിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ്റെ മേൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് കർത്താവ് പറയുന്ന നിമിഷമാണ്. ആത്മീയ ശക്തിയാൽ ഒരുവൻ നിറയപ്പെടുന്ന നിമിഷം. കരമുയർത്തിപ്പിടിച്ച് ഇവനെ ശ്രവിക്കുമെന്ന് ദൈവം പറയുന്ന സമയമാണ്. പ്രിയ മക്കളെ, ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന നിമിഷം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ എൻ്റെ അധരങ്ങളോട് വരുന്ന ഓരോ പ്രഘോഷണങ്ങൾ ജനം കേൾക്കണമെങ്കിൽ
ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുമെന്ന് പിതാവ് കൽപ്പിച്ചാൽ മാത്രമേ നമ്മളുടെ അധരങ്ങളുടെ വരുന്ന ദൈവിക സ്വരം, ദൈവിക ശബ്ദം ദൈവജനം കേൾക്കത്തുള്ളൂ, ജനം കേൾക്കത്തുള്ളൂ. കാരണം ഉയർത്തി വിളിച്ച മക്കളെ, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, ദൈവജനത്തെ അഭിഷേകം ചെയ്യണമേ, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തണമേ. അധരങ്ങളിലൂടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് കേൾക്കണമെങ്കിൽ സ്വർഗം പറയണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുമെന്ന് സ്വർഗം പറയുമ്പോഴാണ് അനേകര് ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് ആരാധിക്കാം. കരമടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അന്ത്യകാല അഭിഷേകം സ്വരമുയർത്തി സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. യുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങളടിച്ച് പാടാം. എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവണതകളിൽ നിന്ന് ശരീരത്തിന് മോചനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. കരങ്ങളടിച്ച്. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകം, ശക്തമായ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും നമുക്ക് ആഗ്രഹിക്കും. ആദിമസഭയിലോ
പത്രോസിലേക്കും യോഹന്നാനിലേക്കും 12 ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്തെ അയച്ചുകൊണ്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ, ഈ ലോകത്തില് ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യുവാൻ, ഞങ്ങളുടെ ബലഹീനതകളെ ആത്മാവിൽ നിഹരിക്കുവാനുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. ആത്മീയ ശുശ്രൂഷ ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ അപ്പസ്തോലന്മാരുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ അവരുടെ ശരീരത്തിന്റെ ബലഹീനതകളെ ആത്മാവിൽ നിഹനിച്ചപ്പോ, അവരുടെ ശുശ്രൂഷകളില് ആത്മീയ അഭിഷേകം വ്യാപരിച്ചപ്പോ അനേകരുടെ ബലഹീനതകൾ അവരുടെ ആത്മീയ ശുശ്രൂഷകളിലൂടെ പരിഹരിക്കപ്പെട്ടു എങ്കിലോ, ആ ബലഹീനതകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു എങ്കിലോ, അവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിലോ, അതാണ് മക്കളെ ആത്മീയ ശുശ്രൂഷ. പകരപ്പെടുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മപകർച്ചയുടെ ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം ദൈവമേ സകല ജഡത്തിന്മേലും ഈശോയെ. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്ന ഭാഷാവരമുള്ളവര് ഭാഷാവരത്തെ സ്വതന്ത്രമായിട്ട് അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. ആദിമ സഭയിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. നിരണത്തിൽ നിന്ന് റോഷൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിരണം എന്ന സ്ഥലത്ത് നിന്ന് റോഷൻ സാക്ഷ്യപ്പെടുത്തി. കഴിയുന്നതും എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ ഡേറ്റ് വന്നപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് വിസ വരികയും ചെയ്തു.
എനിക്ക് വിദേശത്ത് ജോലി ലഭിക്കുകയാണെങ്കിൽ ഈ ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്, പൂക്കൾ വെച്ച് ആരാധന നടത്തിക്കൊള്ളാമെന്ന്, ദശാംശം സമർപ്പിച്ചുകൊള്ളാമെന്ന് എല്ലാം നേർന്നതിൻ്റെ ഫലമായിട്ട് വിദേശത്ത് പോലെ ജോലി ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുത്തു എന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി അടുത്ത സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. പേര് ആനി ജോർജ്. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷി എഴുതുന്നത്. എൻ്റെ മകൾക്ക് 5 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 4ാമത്തെ മാസത്തിൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനുശേഷം ഇവിടെ പ്രാർത്ഥനാ സഹായത്തിനായിട്ട് വിളിച്ചു. ഈ സഹോദരിയോട് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഹോദരി കോതമംഗലത്ത് നിന്ന് ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ വന്ന് പങ്കുചേർന്ന് പോയി. അതിനുശേഷമുള്ള ടെസ്റ്റ് റിപ്പോർട്ടിൽ ആ കുഞ്ഞിന് അങ്ങനെ ഒരു രോഗം ഉള്ളതായിട്ട് കാണുന്നില്ല എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു എന്ന് കർത്താവിൻ്റെ ആത്മാവ് സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓട്ടിസം എന്ന രോഗത്തിൻ്റെ ആരംഭത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് കർത്താവ് കുഞ്ഞിന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. കരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ ആലയത്തിൽ കർത്താവ് കരുണ കാണിച്ചുകൊണ്ട് ഈ ആലയത്തിൽ യേശുണ്ട്. ഈ ദൈവത്തെ ഈ സുന്ദരമായ ഈ ദേവാലയത്തിൽ, ഈ പരിശുദ്ധമായ ആലയത്തിൽ, വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ആലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഈ സാന്നിധ്യത്തിലേക്ക് ദൈവജനം കടന്നു വരുമ്പോൾ യേശു ആ മകനെ, ആ മകളെ, അവരുടെ നിയോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? നമുക്ക് മുട്ടുമേലായിരിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ മുട്ടുമേലാകുക. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഇന്ന് പൂക്കൾ വെച്ച് ആരാധന നടത്തിയിരിക്കുന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെന്ന് വിളിച്ച് ദാവീദിന്റെ പുത്ര യേശുവേന്ന് അന്ധനായ ബർത്തമീസ് വിളിച്ചതുപോലെ നമുക്കും വിളിക്കാം. ഈശോയെന്ന് വിളിക്കാം. സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് യേശു നാമത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരവും ഒക്കെ സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിച്ച് കണ്ണുനീരോടെ വിളിച്ച് അനുതാപത്തോടെ വിളിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുത്തുന്ന മിശിഹായുടെ അനന്തമായ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഇവിടെ താമസിച്ചുള്ള ധ്യാനം ഈ ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കും. അപ്പം ധ്യാനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കടന്നു വരുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ സമാപനം ദേവാലയത്തിലാണ്, അതുകൊണ്ടാണ് നേരത്തെ ശുശ്രൂഷ അവസാനിക്കുന്നത്. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ, ലെബനോനിൽ വിരിയും ലില്ലി പൂവേ, ഗാഗുൽ തായുടെ നൊമ്പരമേ, ഗാഗുൽ തായുടെ നൊമ്പരമേ. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ, ലെബനോനിൽ വിരിയും ലില്ലി പൂവേ, ഗാഗുൽ തായുടെ നൊമ്പരമേ, ഗാഗുൽ തായുടെ നൊമ്പരമേ. കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ, ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ, കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ, ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ, നോഹദൻ പെട്ടകമേ, നോഹദൻ പെട്ടകമേ. റോസാ 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 സ്വർഗീയ റോസ.